നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. 8 വർഷം മുമ്പത്തെ ചിത്രമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങിയ SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ ആന്റണിയെയും ചോദ്യം ചെയ്യും. പോറ്റിയുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തെന്ന വാർത്ത തെറ്റെന്ന് അടൂർ പ്രകാശ്. $2 കോടി വാങ്ങിയെന്ന തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമയുടെ ആരോപണത്തിൽ ആന്റണി MPയെ ചോദ്യം ചെയ്യാൻ ED. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഉടൻ സമൻസ് നൽകും. ആന്റണിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് CPIM. MPക്ക് വിജിലൻസിലും പരാതി. JB ഘോഷ് റിപ്പോർട്ട് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് മാർത്തോമാ സഭ. സർക്കാർ ഇച്ഛാശക്തി കാണിക്കണമെന്ന് തിയോഡോഷ്യസ് മാർത്തോമ മെത്രോപൊലിത്ത. മതാധ്യാപകർക്കുള്ള ക്ഷേമനിധി രൂപീകരണം സഭാകാര്യങ്ങളിൽ ഇടപെടാനുള്ള പിൻവാതിൽ നീക്കമാകരുതെന്നും മാർത്തോമ സഭാ അധ്യക്ഷൻ. ഈദാഘോഷങ്ങൾക്ക് 3 ദിവസത്തെ അവധി നൽകണമെന്ന് സർക്കാരിനോട് സമസ്ത. ജുമാ നമസ്കാരത്തിന് തടസ്സമാകാതെ വെള്ളിയാഴ്ച പരീക്ഷകൾ നടത്തണമെന്നും പ്രമേയം. ഇന്ത്യ മലേഷ്യ സഹകരണത്തിന് 10 കരാറുകൾക്ക് ധാരണയായി. ധാരണ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ. ഇന്തോ പസഫിക് മേഖലകളിലെ സമാധാനത്തിന് ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപനം. തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിലുള്ള പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന് സൂചന. 4 പ്രതികളുടെയും ഫോൺ സ്വിച്ച് ഓഫ്. അന്വേഷണം സ്പായിലെ സഹപ്രവർത്തകയിലേക്കും അവരുടെ ആൺ സുഹൃത്തിലേക്കും. നടപടി പീഡനത്തിന് സഹപ്രവർത്തകയും ഒത്താശ ചെയ്തെന്ന അതിജീവതയുടെ വെളിപ്പെടുത്തലിൽ. അന്വേഷണം ഊർജിതമാക്കി പ്രത്യേക അന്വേഷണ സംഘം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം സർവീസസിന്. വിജയം കേരളത്തെ 1 ഗോളിന് തോൽപ്പിച്ച് ഫൈനലിൽ അവസാന നിമിഷം വരെ പൊരുതി കേരളം. സർവീസസിന്റെ വിജയ ഗോൾ എക്സ്ട്രാ ടൈമിൽ. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. പോറ്റിയുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തുവന്നത്. 1 തവണ മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളൂവെന്നായിരുന്നു നേരത്തെ കടകംപള്ളിയുടെ വാദം. ഇത് പൊളിക്കുന്നതാണ് പുറത്തുവന്നത്. പോറ്റിയുടെ വീട്ടിൽ 1 തവണ പോയിട്ടുണ്ടെന്നായിരുന്നു കടകംപള്ളി ഉന്നയിച്ചിരുന്ന വാദം. 2016-ൽ മന്ത്രിയായിരുന്നപ്പോൾ ശബരിമലയിൽ വെച്ച് പോറ്റിയെ കണ്ടിട്ടുണ്ടെന്നും പോറ്റിയുടെ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് അകമ്പടിയോടെ 2017-ൽ വീട്ടിൽ പോയെന്നുമാണ് കടകംപള്ളി പറഞ്ഞിരുന്നത്. ശബരിമലയിലെ ഭക്തൻ എന്ന നിലയിലാണ് പോറ്റിയെ പരിചയപ്പെട്ടതെന്നും കടകംപള്ളി പറഞ്ഞിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും SIT ചോദ്യം ചെയ്യും. അതേസമയം സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് താൻ മനസ്സിലാക്കിയത് ശരിയായ ഒരു ഭക്തൻ എന്ന നിലയ്ക്കാണെന്നും അതിനപ്പുറം ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെന്നും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഒരു കുട്ടിക്ക് മൊമെന്റോ കൊടുക്കുന്ന 8 വർഷം മുൻപുള്ള ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. താൻ മൊമെന്റോ നൽകിയത് എവിടെ വെച്ചാണെന്ന് ആ മോളെ കണ്ട് ചോദിക്കുകയാണ് നല്ലതെന്നും കടകംപള്ളി പറഞ്ഞു. 1 വട്ടം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി എന്ന് നേരത്തെ പറഞ്ഞത് ഓർമ്മയിൽ നിന്നാണെന്നും 2 തവണയല്ല 40 തവണ പോയാലും പോയെന്ന് പറയാൻ തനിക്കൊരു മടി ഉണ്ടാകേണ്ട കാര്യമില്ലെന്നും കടകംപള്ളി കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണ കവർച്ചയിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ ആന്റണി MPയെയും ചോദ്യം ചെയ്യാൻ SIT. അടൂർ പ്രകാശിന് പിന്നാലെയാണ് ആന്റണിയുടെയും മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം. അതോടൊപ്പം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും വീണ്ടും ചോദ്യം ചെയ്തേക്കും. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മൊഴി നൽകണമെന്ന് SIT ആവശ്യപ്പെട്ടതുകൊണ്ടാണ് പോയതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. രഹസ്യമായല്ല പോയത്, പോറ്റിയുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു എന്നുള്ളത് തെറ്റാണെന്നും മാധ്യമങ്ങൾ പല കഥകളും സൃഷ്ടിക്കുന്നുവെന്നും അടൂർ പ്രകാശ് പറഞ്ഞു.
ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദ്വാരപാലക കട്ടളപ്പാളികളിലെ കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടെന്ന് കണ്ടെത്തൽ. VSSCയിലെ ശാസ്ത്രജ്ഞർ രണ്ടാമത് നടത്തിയ പരിശോധനയിലാണ് മുമ്പത്തേതിലും സ്വർണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. വിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് VSSC സംഘം SITക്ക് സമർപ്പിച്ചു. പുതിയ കണ്ടെത്തലുകൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും SIT ഇടക്കാല റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. നാളെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ശബരിമല സ്വർണ്ണ കവർച്ചയിലും ആന്റോ ആന്റണി MPക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിലും കോൺഗ്രസിനോട് ചോദ്യങ്ങളുമായി മന്ത്രി V ശിവൻകുട്ടി. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരമൊരുക്കിയത് ആരാണ്? ആ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള KC വേണുഗോപാൽ അറിയാതെ കൂടിക്കാഴ്ച നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആന്റോ ആന്റണി MPക്കെതിരായ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് എന്താണെന്നും ആ പണം ഉപയോഗിച്ചോ എന്ന് അദ്ദേഹം ചോദിച്ചു. കള്ളനെ കൈയോടെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിഭ്രാന്തിയാണ് പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണ കൊള്ള കേസിലെ അന്വേഷണം നേരിടുന്ന ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് കോൺഗ്രസ് നേതാവ് ആന്റോ ആന്റണി MP 2 കോടി രൂപ വാങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കേണ്ടത് ഈ 2 കോടി രൂപയെ സംബന്ധിച്ചിടത്തോളമുള്ള പിന്നെ കണക്കും ഏത് നിലയ്ക്കാണ് ഈ കാശ് വാങ്ങിയത്, അതിൽ കോൺഗ്രസ് പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ ഈ കാര്യം വാങ്ങിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഈ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പങ്ക് ഓരോന്നായി പുറത്തു വന്നപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുഖ്യമന്ത്രിക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു വന്ന തരത്തിലുള്ള തരംതാണ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സോണിയാഗാന്ധിയെ സന്ദർശിക്കാൻ സ്വർണ്ണ കവർച്ച കേസിലെ പ്രതിക്ക് ആരാണ് അവസരമൊരുക്കിയത്? AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാൽ അറിയാതെ ഇത്തരം കൂടിക്കാഴ്ചകൾ നടക്കുമോ? കള്ളനെ കൈയോടെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഭ്രാന്തിയാണ് വേണുഗോപാലിന്റെ വാക്കുകൾ നേടിക്കുന്നത്. പത്തനംതിട്ട തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ പണം വാങ്ങിയെന്ന ഉടമ NM രാജുവിന്റെ ആരോപണത്തിൽ പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ ED ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഉടൻ നോട്ടീസ് നൽകും. നെടുമ്പറമ്പിൽ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് നിലവിൽ EDയാണ് അന്വേഷണം നടത്തുന്നത്. ആന്റോ ആന്റണിക്ക് രാജു നൽകിയ 2 കോടി രൂപ തട്ടിപ്പ് പണമാണെന്നാണ് EDയുടെ വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പലതവണയായി 2 കോടി രൂപ നൽകിയെന്നായിരുന്നു നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിന്റെ വെളിപ്പെടുത്തൽ. 20 ലക്ഷം രൂപ മാത്രമാണ് ആന്റോ ആന്റണി തിരിച്ചു നൽകിയതെന്നും രാജു പറഞ്ഞിരുന്നു. പണം വാങ്ങിയത് ആന്റോ ആന്റണിയും സമ്മതിച്ചിരുന്നു. ആന്റോ ആന്റണി MPക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞുവെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറിയുമായ KP ഉദയഭാനു. പണം കൊടുത്തുവെന്ന് NM രാജുവും വാങ്ങിയെന്ന് ആന്റോ ആന്റണിയും സമ്മതിച്ചു. ആന്റോ ആന്റണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബന്ധമുണ്ടെന്ന് തെളിഞ്ഞതാണ്. ആന്റോ ആന്റണിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് CPIM പരാതി നൽകുമെന്നും ഉദയഭാനു പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. പൈസ കൊടുത്ത NM രാജു പറഞ്ഞു ഇനി 2 കോടി രൂപ ആന്റോ ആന്റണിക്ക് കൊടുത്തു. ആന്റോ ആന്റണിയെ സംബന്ധിച്ചിട്ടുണ്ട് എത്ര വാങ്ങിച്ചു എന്നും എത്ര തിരിച്ചു കൊടുത്തു എന്നുള്ളതിന് മാത്രമാണ് വ്യക്തമാകാനുള്ളത്. NM രാജുവിന് സാമ്പത്തിക പ്രസിദ്ധി ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മോളും ആന്റോ ആന്റണിയെ സമീപിക്കുകയും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പോറ്റിയെയും കൊണ്ട് സോണിയാഗാന്ധിയിലൂടെ പോയില്ല. എന്നിട്ട് പോറ്റിക്കുമായിട്ട് ബാംഗ്ലൂർ ബന്ധം നല്ലപോലെ ഉണ്ടല്ലോ. അതെല്ലാം വളരെ വിശദമായി SIT അന്വേഷിക്കേണ്ട വിഷയമാണ്. തെരഞ്ഞെടുപ്പിന് പാർലമെന്റ് സ്ഥാനാർത്ഥിക്ക് 95,000 രൂപ വരെ ചെലവഴിക്കാൻ പറ്റും. 2 കോടി വാങ്ങിച്ചെന്നാണ് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് 2 കോടി വാങ്ങിച്ചെന്ന് പറയുന്നു. NM രാജുവിനോട് വാങ്ങിച്ച പൈസ ഉണ്ടോ ഇതെല്ലാം പരിശോധിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. വളരെ ഗൗരവമുള്ള കാര്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കും. കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായി സമർപ്പിച്ച JB കോശി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് മാർത്തോമാ സഭ പരമാധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രോപൊലിത്ത. മതാധ്യാപകർക്ക് ക്ഷേമനിധി രൂപീകരിക്കാനുള്ള സർക്കാർ നീക്കം സഭയുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള പിൻവാതിൽ നീക്കമാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. 2020 നവംബർ 5 സംസ്ഥാനത്തെ ക്രൈസ്തവരുടെ പിന്നാക്ക അവസ്ഥ പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജസ്റ്റിസ് JB കോശി കമ്മീഷനെ സർക്കാർ നിയമിച്ചത്.
2023 സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ ഇനിയെങ്കിലും പുറത്തുവിടുവാനും നടപ്പിലാക്കുവാനും ബന്ധപ്പെട്ടതായ ആളുകൾ ഇച്ഛാശക്തി കാട്ടണം. മത അധ്യാപകർക്ക് ക്ഷേമനിധി എന്ന നിർദ്ദേശവുമായി സർക്കാർ വരുമ്പോൾ അതേക്കുറിച്ച് JB കോശി കമ്മീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ കഴിയണം. നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സഭാ സംവിധാനത്തിലേക്ക് രാഷ്ട്രീയ ഇടപെടലുകൾക്കുള്ള മറ്റൊരു പിൻവാതിൽ ആയിട്ട് അത് തീരരുത്. സർക്കാരിന് മുന്നിൽ ആവശ്യങ്ങളുമായി മുസ്ലിം മത പണ്ഡിത സംഘടനയായ സമസ്ത വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് തടസ്സമാകാതെ പരീക്ഷകൾ നടത്തണമെന്ന് സമസ്ത പ്രമേയം. ജുമാ സമയത്ത് ക്ലാസ് നടത്തുന്നത് അനീതിയാണ്. പൊതുവിദ്യാഭ്യാസ കലണ്ടർ തയ്യാറാക്കുമ്പോൾ സാമുദായിക സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കണം. ഈദ് ആഘോഷങ്ങൾക്ക് 3 ദിവസത്തെ അവധി നൽകണമെന്നും സമസ്ത സെൻട്രൽ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. NSS SNDP ഐക്യം ഇനി ചർച്ചയാക്കേണ്ടതില്ലെന്നും മാധ്യമ വിചാരണ അവസാനിപ്പിക്കണമെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കൊച്ചി പൊന്നൂരുന്നിയിൽ SNDPയുടെ പരിപാടിയിൽ പങ്കെടുക്കവെയാണ് പ്രതികരണം. തന്റെ സമുദായത്തിൽ എല്ലാ പാർട്ടിക്കാരുമുണ്ട്. അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് വോട്ട് ചെയ്യാം. പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും. ഈ സർക്കാരിനെ കുറിച്ച് തനിക്ക് മോശം അഭിപ്രായമില്ല. സമുദായ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം SNDP ഉന്നയിക്കില്ലെന്നും സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് ബോർഡ് കൂടി SNDPയുടെ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണ സംതൃപ്തനാണ്. മൂന്നാമതും വരാനുള്ള സാധ്യത ഏറെ ഉണ്ട്. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാണ് അവർക്ക് വോട്ടിംഗ് ഷെയർ കൂട്ടാനുള്ള സാധ്യത യാതൊരു സംശയമില്ല. യുവതിയോട് മോശമായി പെരുമാറിയെന്ന പരാതിയെ തുടർന്ന് തിരുവനന്തപുരത്ത് സ്പാ കേന്ദ്രം അടച്ചുപൂട്ടിച്ചു. സെക്രട്ടേറിയറ്റിന് സമീപത്തെ സ്പർശൻ സ്പാ കേന്ദ്രമാണ് മേയർ VV രാജേഷിന്റെ നിർദ്ദേശപ്രകാരം നഗരസഭാ ഉദ്യോഗസ്ഥർ എത്തി പൂട്ടിച്ചത്. മോശമായി പെരുമാറിയതിനെ തുടർന്ന് യുവതി ഇക്കാര്യം മേയറെ വിളിച്ചു പറയുകയായിരുന്നു. പരിശോധനയിൽ സ്പായുടെ ഒരു ഭാഗം ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി. അതേസമയം തിരുവനന്തപുരത്തെ എല്ലാ സ്പാ കേന്ദ്രങ്ങളിലും നഗരസഭ പരിശോധന നടത്തി. നഗരസഭയുടെ ഹെൽത്ത് വിഭാഗമാണ് പരിശോധന നടത്തിയത്. നഗരത്തിലെ എല്ലാ സ്പാ കേന്ദ്രങ്ങളിലും കർശന പരിശോധന നടത്തുമെന്ന് മേയർ VV രാജേഷ് അറിയിച്ചിരുന്നു. തിരുവല്ലയിൽ നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിലുള്ള പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന് സൂചന. 4 പ്രതികളുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. 1-ാം പ്രതി മരണ സുബിൻ, കൂട്ടുപ്രതി ബെർലിൻ ദാസ് എന്നിവരാണ് ഇതുവരെ പിടിയിലായത്. മറ്റു 4 പേരാണ് ഒളിവിലുള്ളത്. ക്രൂരപീഡനത്തിന് സ്പായിലെ സഹപ്രവർത്തകയും ഒത്താശ ചെയ്തെന്ന് അതിജീവിത വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ സഹപ്രവർത്തകയിലേക്കും അവരുടെ ആൺ സുഹൃത്തിലേക്കും അന്വേഷണം ഊർജിതമാക്കി പ്രത്യേക അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും കൊട്ടേഷൻ എന്ന സ്പാ ഉടമയുടെ ആരോപണം അന്വേഷിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. കേസിൽ അതിജീവിത നേരിട്ടത് ക്രൂര പീഡനമാണ്. കഴുത്തിൽ കത്തിവെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ച പ്രതി സുബിൻ സ്പായിലെത്തിയ കസ്റ്റമർക്കൊപ്പം നഗ്ന വീഡിയോകൾ പകർത്തിയെന്നുമാണ് റിപ്പോർട്ട്. പ്രതിപക്ഷ നേതാവ് നടത്തിയ പുതിയുഗ യാത്രയിൽ നിന്നും K സുധാകരൻ വിട്ടുനിന്നിട്ടില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അദ്ദേഹത്തിനൊരു അതൃപ്തിയുമില്ല. വെറുതെ വാർത്തകൾ പടച്ചുവിടുകയാണ്. സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ ആയിരിക്കില്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെന്നും കേരളം മുഴുവൻ സർക്കാരിനെ വിധിയെഴുതാൻ കാത്തിരിക്കുകയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അദ്ദേഹത്തിന് വേറെ പേഴ്സണൽ കാര്യങ്ങളുകൊണ്ട് പോയത്. അദ്ദേഹം ഞാൻ കാസർഗോഡ് നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ പോകാതെ അദ്ദേഹം പറഞ്ഞോ, അദ്ദേഹത്തിന് ഒരു പരാതിയില്ല. നിങ്ങൾ അദ്ദേഹത്തിനുള്ള പരാതി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ചിത്രീകരിക്കുന്നത് എന്ത് കാര്യമാണ്? നിങ്ങൾക്ക് സ്റ്റോറി ഉണ്ടാക്കണമെങ്കിൽ കോൺഗ്രസിന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതുണ്ടാകും ഈ ഞങ്ങളുടെ പാർട്ടിയിലെ കൃത്യമായിട്ടും ചിട്ടയോടുകൂടി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന രീതിയുണ്ട്. സമൂഹ മാധ്യമങ്ങൾക്ക് പ്രചരിപ്പിക്കുന്ന പേരുകളിലൊന്നും ഒരു യാഥാർത്ഥ്യവും ഇല്ല. AICC സർവേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആള് പറഞ്ഞുകൊണ്ടിരുന്നത് അതൊന്നും ഒരു യാഥാർത്ഥ്യമില്ല.
ഇന്ത്യ മലേഷ്യ സഹകരണത്തിന് 10 കരാറുകൾക്ക് ധാരണയായി. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണയായത്. ഭീകരതയ്ക്കെതിരെ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരു പ്രധാനമന്ത്രിമാരും വ്യക്തമാക്കി. തമിഴ് സിനിമയുടെ പ്രോത്സാഹനത്തിനടക്കം കരാറുകൾക്കാണ് ധാരണയായിരിക്കുന്നത്. തമിഴ് ഭാഷയും മഹത്തായ തമിഴ് സംസ്കാരവും ഇന്ത്യയും മലേഷ്യയും കൂടുതൽ അടുപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കരാർ തമിഴ് സംസ്കാരത്തെ കൂടുതൽ ജനകീയമാക്കുകയും മലേഷ്യയുമായുള്ള നമ്മുടെ സാംസ്കാരിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. हम काउंटर टेररिज्म, इंटेलिजेंस शेयरिंग और मैरीटाइम सिक्योरिटी में सहयोग मजबूत करेंगे. हम रक्षा सहयोग को भी और व्यापक बनाएंगे. एआई और डिजिटल टेक्नोलॉजीज के साथ साथ हम सेमीकंडक्टर, हेल्थ और फूड सिक्योरिटी में साझेदारी को आगे बढ़ाएंगे. आज आयोजित सीईओ फोरम ने ट्रेड और इन्वेस्टमेंट के नए अवसर खोले हैं. हम स्ट्रेटेजिक ट्रस्ट से इकोनॉमिक ट्रांसफॉर्मेशन का रास्ता बनाएंगे. भारत और मलेशिया को तमिल भाषा के प्रति साझा प्रेम भी जोड़ता है. मलेशिया में तमिल की मजबूत और जीवंत उपस्थिति शिक्षा, मीडिया और सांस्कृतिक जीवन में दिखाई दी. ഇന്തോ പസഫിക് മേഖലകളിലെ സമാധാനത്തിന് യോജിച്ചു നിൽക്കുമെന്നും ഇരു പ്രധാനമന്ത്രിമാരും അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് മോദി മലേഷ്യയിലെത്തിയത്. വിമാനത്താവളത്തിലെത്തിയ മോദിയെ മലേഷ്യൻ പ്രധാനമന്ത്രി നേരിട്ടെത്തി സ്വീകരിക്കുകയായിരുന്നു. തിരികെ എത്താം ഇടവേളയ്ക്കു ശേഷം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ജയിക്കുകയാണെങ്കിൽ എല്ലാ അമ്മപെങ്ങന്മാർക്കും 100 പവൻ സ്വർണം സൗജന്യമായി നൽകുന്നതായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ യുവാക്കൾക്ക് സൗജന്യ പട്ടായിട്ട് ഏത് തള്ളും താങ്ങും സെൽസർ സെപ്റ്റിക് ടാങ്ക്. പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. കാലം മാറും, ഡിസൈൻ മാറും, പക്ഷെ സ്വർണത്തിനോടുള്ള പ്രണയം എന്നും ഒരുപോലെ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം തൃശൂർ വടക്കുംനാഥന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. BAS ഹോൾമാർക്ക് സ്വർണം, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ സ്റ്റൈലിഷ് ഡിസൈനിലും ട്രഡീഷണൽ ഡിസൈൻസിലും. മാത്രമല്ല, ഡയമണ്ട്സുകൾക്കായി TPRന്റെ സ്വന്തം ബ്രാൻഡായ TPR വജ്രയിലൂടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. നിങ്ങളുടെ ഓരോ ഓർമ്മകളും സ്വർണം പോലെ തിളങ്ങട്ടെ. പൊന്നിൽ തീർത്ത പരിശുദ്ധി. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. താങ്ക്സ് ടു മാക്സിവിഷൻ അഡ്വാൻസ്ഡ് ഐ കെയർ സർജറി. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി, എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ആൻഡ് വേൾഡ് ക്ലാസ് പേഷ്യന്റ് കെയർ. ഞങ്ങൾ നോക്കിക്കൊള്ളാം. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ്, നമ്മളോടൊപ്പം കേരളത്തിൽ. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേനി ഹെയർ എലിക്സിർ. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. My G Future. Experience the next. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. ജെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫർണിച്ചറുകൾക്ക് കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലൻ ഓഫറുകൾ. കിലോ ബസാർ ആൻഡ് എക്കണോമി ചെയിൻ സ്റ്റോർ കൺസെപ്റ്റ് ഓഫ് യൂറോടെക്. പ്രതിരോധ രംഗത്തെ നവീകരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയിലേക്ക് 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനൊരുങ്ങി ഇന്ത്യ. 3.25 ലക്ഷം കോടി രൂപയുടെ കരാർ ഉടൻ ഒപ്പുവെക്കുമെന്നാണ് വിവരം.
കരാർ അനുസരിച്ച് 20 വിമാനങ്ങൾ നേരിട്ട് ഫ്രാൻസിൽ നിന്നും എത്തിക്കും. ബാക്കി വിമാനങ്ങൾ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള പദ്ധതി രൂപരേഖ പ്രതിരോധ മന്ത്രാലയത്തിന് നേരത്തെ തന്നെ കൈമാറിയിരുന്നു. അടുത്തയാഴ്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ പദ്ധതിക്കും അംഗീകാരം നൽകും. അതിനുശേഷം സുരക്ഷാ മന്ത്രിസഭ കൂടി പദ്ധതി അംഗീകരിക്കും. ഫെബ്രുവരി 18 ആരംഭിക്കുന്ന AI ഉച്ചകോടിക്കായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇക്കാര്യവും ചർച്ചയാകും. നടൻ മണിയൻപിള്ള രാജുവിന്റെ കാർ ഇടിച്ച് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റ കേസിൽ രാജുവിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ച് പോലീസ്. അപകടത്തിന് ശേഷം രാജു വിളിച്ചത് ഭാര്യയെയും മകനെയും. അപകട വിവരം പോലീസിനെ വിളിച്ചറിയിച്ചു എന്നായിരുന്നു രാജുവിന്റെ മൊഴി. അതേസമയം രാജുവിനെ കസ്റ്റഡിയിലെടുക്കാൻ വൈകിയതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. അപകട വിവരം അറിഞ്ഞയുടനെ കൺട്രോൾ റൂം വാഹനവും മ്യൂസിയം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. രാത്രി 2 തവണ രാജുവിന്റെ വീട്ടിൽ പോലീസ് എത്തിയതിനും തെളിവുണ്ട്. രാജു പോലീസിനെ വിളിച്ചുവെന്ന് പറയുന്നത് വിശ്വസനീയമല്ലെന്നും കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ SHO ഇന്നലെ തിരുവനന്തപുരം DCPക്ക് നൽകിയ മൊഴിയിലും ഇതുതന്നെയാണ് പറയുന്നത്. ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ ഫെബ്രുവരി 6 രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിന് ശേഷം രാജു വാഹനം നിർത്താതെ പോവുകയായിരുന്നു. അടുത്ത ദിവസം സ്റ്റേഷനിൽ ചെന്ന് ഹാജരാവുകയും ജാമ്യത്തിൽ ഇറങ്ങുകയുമായിരുന്നു. അന്തരിച്ച CPIM നേതാവ് ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ നിന്ന് മീൻ ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങിപ്പോയെന്ന പരാമർശത്തിൽ വിശദീകരണവുമായി CPIM നേതാവ് C. ദിവാകരൻ. ഒരു കൗതുക വാർത്തയായാണ് അത് പറഞ്ഞതൊന്നും നിഷേധിക്കുന്നില്ല, അത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും C. ദിവാകരൻ പറഞ്ഞു. അതേസമയം പിണറായി വിജയൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെയാണ് മടങ്ങിയതെന്ന് ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ജീവ പറഞ്ഞു. വിവരങ്ങൾ ആന്റണി ജോർജ് നൽകും. കഴിഞ്ഞ ദിവസമാണ് ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഈ ദിവാകരൻ CPI നേതാവ് C. ദിവാകരൻ ഇങ്ങനെ പറയുന്നത്. അതായത് CPIMന്റെ ഒരു ജാഥ നടക്കുന്ന ഘട്ടത്തിൽ അത് തിരുവനന്തപുരത്തെത്തി. ആ ജാഥയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അതിന്റെ വൈസ് ക്യാപ്റ്റൻ C. ദിവാകരനാണ്. അങ്ങനെ ഉച്ചയാകുമ്പോൾ ഈ ഒരു സ്ഥലത്ത് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ എവിടെയാണ് ഉച്ചഭക്ഷണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിലാണ് ഭക്ഷണമെന്ന് C. ദിവാകരൻ അറിയിക്കുക. അപ്പോൾ പിണറായി വിജയൻ അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം VS പക്ഷത്തെ ഒരാളാണ് ആനത്തലവട്ടം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു താല്പര്യക്കുറവ് പിണറായി വിജയൻ ഉണ്ടായിരുന്നു. എങ്കിലും പിണറായി വിജയൻ അവിടേക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ അവിടെ ഈ വറുത്ത ഒരു മീൻ നൽകിയിരുന്നു. ആ വറുത്ത മീൻ ഇങ്ങനെ വിരൽ കൊണ്ട് ഞെക്കി നോക്കിയപ്പോൾ പിണറായി വിജയൻ എന്തോ ഒരു സംശയം തോന്നി, ഇത് എന്ത് മീനാണെന്ന് ചോദിച്ചപ്പോൾ പിന്നീട് അത് ചൂര മീനാണെന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് ഈ C. ദിവാകരൻ പറഞ്ഞത്. ഏതായാലും അതൊരു വിവാദമായി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും അതിന് പിന്നാലെ ഈ പരാമർശം വന്നതിന് പിന്നാലെ തന്നെ ഈ C. ദിവാകരൻ ഈ ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ജീവ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ വീട്ടിൽ വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചു. അന്നിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരാളെ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ ഇതാരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു ഇതെന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി ചിരിക്കുകയും ചെയ്തു. അതിനുശേഷം വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച ശേഷമാണ് പിണറായി വിജയൻ വീട്ടിൽ നിന്ന് മടങ്ങിയതെന്നാണ് ഈ ജീവ അതിനോട് പ്രതികരിച്ചത്. ആ ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം നടത്തിയത്. ഏതായാലും അതിന് പിന്നാലെയാണ് ഈ വിവാദം എന്ന നിലയിലേക്ക് അത് മാറിയപ്പോൾ C. ദിവാകരൻ അതിലൊരു വിശദീകരണം നടത്തുന്നത്. പറഞ്ഞതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ട്. താൻ അന്ന് ഈ വൈസ് ക്യാപ്റ്റനായി ഈ ജാഥയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. തനിക്കും തൻ്റെ ഭക്ഷണ ക്രമം എന്താണെന്നുള്ള കാര്യം പിണറായി വിജയൻ അറിയാം. പിണറായി വിജയൻ എന്താണ് ഭക്ഷണം എന്നുള്ള കാര്യം അത് തനിക്കും അറിയാം. അങ്ങനെ ഒരുമിച്ച് പോയിരുന്ന ആളുകളാണ്. ഇത് അന്ന് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് മീൻ മാത്രം കഴിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അതിൽ താഴത്തെ മീനുകളൊന്നും ഇഷ്ടമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഭക്ഷണ രീതിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ നേരിട്ട് കണ്ട ഒരു കാര്യം മാത്രമാണ്. അത് വിവാദമാക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഈ അഭിമുഖത്തിൽ അതൊരു കൗതുക വാർത്ത
അല്ലെങ്കിൽ ഒരു കൗതുകം എന്ന നിലയിൽ മാത്രമാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് അതിൽ വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ഈ സി ദിവാകരൻ പറഞ്ഞത്. ഏതായാലും ഈ ചൂരക്കഥ ഇപ്പോൾ അതൊരു വിവാദമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. ഏതായാലും മന്ത്രി വി ശിവൻകുട്ടി അതിൽ നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ സി ദിവാകരന് ഒരു ഓർമ്മക്കുറവ് ഉള്ളത് കൊണ്ടാകാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യമാണ്. അതിൽ വിവാദമാക്കേണ്ട കാര്യമില്ലെന്നാണ് അദ്ദേഹം മന്ത്രി ശിവൻകുട്ടിയും പറഞ്ഞത്. ഏതായാലും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് ഉണ്ടായ സംഭവമാണ്. ഇങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ജാഥയുടെ ഭാഗമായി ഉച്ചഭക്ഷണം കഴിക്കാൻ ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നൽകിയ മീൻ ചൂരയായതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിക്കാതെ ആ ഭക്ഷണം കഴിക്കാതെ അദ്ദേഹം അവിടെ നിന്ന് പോയി എന്നുള്ള കാര്യം അത് ഉണ്ടായ കാര്യമാണെന്ന് തന്നെ സി ദിവാകരൻ പറയുകയും ചെയ്യുന്നു. പക്ഷേ അതൊരു വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ല, മറിച്ചൊരു കൗതുക വാർത്ത എന്ന നിലയിലാണ് താനത് പറഞ്ഞതെന്നുമാണ് സി ദിവാകരൻ പറയുന്നത്. നെല്ലുൽപാദനം വർദ്ധിക്കുന്നത് നാടിനാകെ ബാധ്യതയാണെന്ന കേന്ദ്ര സർക്കാരിന്റെ വിചിത്ര ന്യായം കർഷകരോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം നെല്ലിന് നൽകുന്ന അധിക പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രം നിശ്ചയിക്കുന്ന മിനിമം താങ്ങുവിലയ്ക്ക് മുകളിൽ ബോണസ് നൽകിയാണ് സംസ്ഥാന സർക്കാർ നെൽ കർഷകരെ ചേർത്ത് പിടിക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിന് എന്തിനാണ് ഇത്ര അസ്വസ്ഥതയെന്നും അദ്ദേഹം ചോദിച്ചു. നെൽ കർഷകർക്ക് നൽകാനുള്ള സഹായത്തിൽ കേന്ദ്ര വിഹിതം യഥാസമയം നൽകാതെയാണ് ഇത്തരം നടപടി. ഇന്ത്യ US വ്യാപാര കരാറിന്റെ ഭാഗമായി അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി തുറന്നുകൊടുക്കുന്നതിന്റെ ആദ്യ പടിയാണോ ഇതെന്ന് കേന്ദ്രം വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നെല്ല് സംഭരണത്തിൽ ബോണസ് നൽകുന്നത് ഭക്ഷ്യവിലക്കയറ്റത്തിന് കാരണമാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പൊതുവിലെ അവസ്ഥ കണക്കിലെടുത്താണ് കേന്ദ്രം ഇത്തരമൊരു തീരുമാനമെടുത്തത്. സംസ്ഥാന സർക്കാരാണ് കേരളത്തിലെ ബോണസ് കാര്യത്തിൽ ഇളവ് നൽകണോ വേണ്ടയോ എന്ന് ആവശ്യപ്പെടേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഒരു മാസം പെട്ടെന്നൊരു ബോണസ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു സീസണിൽ പെട്ടെന്ന് ബോണസ് കൊടുത്താൽ അതിൻ്റെ ഒരു ആബറേഷൻ ഫുഡ് പ്രൈസസിൽ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ബോണസ് പ്രഖ്യാപിച്ചാലും അവർ കൊടുക്കുന്നില്ലല്ലോ, PRS അല്ല കൊടുക്കുന്നത്, ഒരു ചിറ്റല്ല കൊടുക്കുന്നത്. സർക്കാർ പറയുന്നത് നിങ്ങളുടെ നെല്ല് ഞങ്ങൾ എടുക്കുന്നു, നിങ്ങൾ പോയിട്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുക, എന്നിട്ട് 7 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ തരിക. ഇവിടെ ഭരിക്കുന്ന ഒരു സർക്കാരുണ്ട്. സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അതിനുവേണ്ടി ഡൽഹിയിൽ 10 തവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കാര്യം കൂടെ അദ്ദേഹം അവിടെ സംസാരിക്കാം. കളമശ്ശേരിയിലെ ആളൊഴിഞ്ഞ മേഖലയിൽ നിന്നും തിരിച്ചറിയാനാകാത്ത നിലയിൽ കിട്ടിയ കൊൽക്കത്ത സ്വദേശി സൂരജ് ലാംബയുടെ മൃതദേഹം സംസ്കരിച്ചു. ലാംബയുടെ മരണം കൊലപാതകമാണെന്നും വെറുമൊരു മിസ്സിംഗ് കേസായി ഇതിനെ കാണരുതെന്നും ലാംബയുടെ ഭാര്യ പറഞ്ഞു. ആശുപത്രി അധികൃതർ കൃത്യമായി ലാംബയെ പരിചരിച്ചില്ലെന്നും അവർ ആവശ്യമായ സഹായം നൽകിയിരുന്നെങ്കിൽ സൂരജ് ലാംബ ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നും ആശുപത്രിക്കെതിരെ പരാതി നൽകുമെന്നും ലാംബയുടെ ഭാര്യ പറഞ്ഞു. കുവൈറ്റ് മദ്യ ദുരന്തത്തിൽ ഇരയായി ഓർമ്മശക്തി നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് നാടുകടത്തപ്പെട്ടാണ് സൂരജ് ലാംബ കൊച്ചിയിലെത്തുന്നത്. നവംബർ 30-നായിരുന്നു തിരിച്ചറിയാനാകാത്ത നിലയിൽ ലാംബയുടെ മൃതദേഹം കണ്ടെത്തിയത്. സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളത്തിന് തോൽവി. എതിരില്ലാത്ത ഒരു ഗോളിനാണ് സർവീസസിന്റെ ജയം. എക്സ്ട്രാ ടൈമിലാണ് സർവീസസ് ഗോൾ നേടിയത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകൾക്കും ഗോൾ നേടാനാകാതെ വന്നതോടെയാണ് കളി അധിക സമയത്തേക്ക് നീണ്ടത്. എക്സ്ട്രാ ടൈമിന്റെ രണ്ടാം പകുതിയിൽ 109-ാം മിനിറ്റിൽ അഭിഷേക് പവാറിന്റെ ഗോളിലൂടെ സർവീസസ് മുന്നിലെത്തുകയായിരുന്നു. ടൂർണമെന്റിൽ അഭിഷേകിന്റെ 2ാം ഗോളാണിത്. ഇത് 9ാം തവണയാണ് കേരളം ഫൈനലിൽ തോൽക്കുന്നത്. കഴിഞ്ഞ തവണയും കേരളം ഫൈനലിൽ തോറ്റിരുന്നു. കഴിഞ്ഞ വർഷം ബംഗാളിനോടായിരുന്നു ഫൈനൽ തോൽവി. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ബ്രാൻഡഡ്
സ്റ്റാൻഡേർഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ. കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. അപ്പോ ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടും. നമ്മെ അറിയുന്ന നല്ലൊരു ഫിനാൻസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുത്തി കളയണമുണ്ട് ലക്ഷ്മിക്കുട്ടി. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്സ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. വാർത്തകൾ തുടർന്നു. വർഗീയതയ്ക്കെതിരെ ഒരുമിച്ച് പോരാടാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയതയ്ക്ക് വർഗീയതയല്ല മറുപടി എന്ന സമസ്ത നിലപാടിന് വർത്തമാനകാലത്ത് വലിയ പ്രാധാന്യമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ സമസ്തയാകട്ടെ ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ടു. വിശ്വാസ സംബന്ധമായ പരിഷ്കരണങ്ങളിൽ പോലും പ്രകോപനരഹിതമായി മാത്രം പെരുമാറി. അതെല്ലാം നമ്മുടെ മതനിരപേക്ഷതയുടെ സംസ്കാരത്തെ വലിയൊരളവിൽ ശക്തിപ്പെടുത്തി. മതനിരപേക്ഷ ശക്തികൾക്കൊപ്പം നിന്നുകൊണ്ട് മാത്രമേ വർഗീയതയെ ചെറുക്കാൻ കഴിയൂ എന്നും വർഗീയതക്ക് വർഗീയതല്ല മറുപടി എന്നുമൊക്കെയുള്ള സമസ്ത നിലപാടുകൾക്ക് വർത്തമാനകാല സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ പ്രസക്തിയാണ് ഉള്ളത്. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പേര് പറയാതെ കാന്തപുരം വിഭാഗത്തെ സ്വാഗതം ചെയ്ത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്ത വിട്ടവർ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സമസ്തയിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിന്നവർ പ്രശ്നം പരിഹരിച്ച് തിരിച്ചു വരണമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടു. CIC-യുമായുള്ള പ്രശ്നപരിഹാരത്തെ സാധ്യതയും തെളിയുകയാണ്. ഭിന്നിച്ചു നിൽക്കുന്ന വ്യക്തികളും സംഘടനകളും തിരികെ വരണം. ആരെയും അകറ്റി നിർത്തിയിട്ടില്ല. സമസ്തയെ നിസ്സാരമാക്കാൻ ആരും മെനക്കെടരുത്, വേദനിപ്പിക്കാൻ ആരും മെനക്കരുതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. പേര് പറയാതെ കാന്തപുരം വിഭാഗത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്ത വിട്ടവർ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണമെന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സമസ്തയിൽ നിന്നും താൽക്കാലികമായി വിട്ടുനിന്നവർ പ്രശ്നം പരിഹരിച്ച് തിരിച്ചു വരണമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. CIC-യുമായുള്ള പ്രശ്നപരിഹാര സാധ്യതയും ഇപ്പോൾ തെളിയുകയാണ്. ഭിന്നിച്ചു നിൽക്കുന്ന വ്യക്തികളും സംഘടനയിലേക്ക് തിരികെ വരണമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ആരെയും അകറ്റി നിർത്തിയിട്ടില്ല. സമസ്തയെ നിസ്സാരമാക്കാനും ആരും മെനക്കെടരുത്, വേദനിപ്പിക്കാൻ ആരും മെനക്കെടരുതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കിക്കാർ ഉൾപ്പെടെയുള്ളവർ. എന്നേക്കുമായി മുടങ്ങുമെന്ന് കരുതിയ പദ്ധതിക്ക് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചതോടെയാണ് പുതുജീവൻ വയ്ക്കുന്നത്.
മധ്യ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റേണ്ട പദ്ധതി 14 സ്റ്റേഷനുകളുമായി 111 കിലോമീറ്റർ ദൂരം 1998 വിഭാവനം ചെയ്തെങ്കിലും ഇന്നും ശബരിപാത ട്രാക്കിലായിട്ടില്ല. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പങ്കാളികളായാണ് പദ്ധതി നടപ്പാക്കേണ്ടത്. പലതവണ മാറിവന്ന സർക്കാരുകൾ പണം വകയിരുത്തിയെങ്കിലും പദ്ധതി തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്ന അവസ്ഥയിലാണ്. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി 313 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക. 30 കൊല്ലമായി ഇതിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇല്ലെങ്കിൽ അത് വന്നു പോയാൽ കുറേ പേർ എന്നേക്കാളും കഷ്ടമായിട്ട് അനുഭവിക്കുന്നത് നൂറുകണക്കിന് ആൾക്കാർ അങ്ങോട്ടുണ്ട്. ഒന്നും ചെയ്യാൻ മേലാതെ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് 30 വർഷമായി. എന്തെങ്കിലും മക്കൾക്കൊന്നും കൊടുക്കാതെ ഒരു രക്ഷയില്ല. ഒരാൾ വരയിപ്പിക്കും, ഒരാൾ മുറുക്കും, ഒരാൾ വരയിപ്പിക്കും, ഒരാൾ മുറുക്കും. അങ്ങനെ കാലങ്ങൾ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും സതോൺ റെയിൽവേ ഇതിനോടകം സർവേ കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2800 കുടുംബങ്ങൾ നഷ്ടപരിഹാരം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 28ആയി. നമ്മുടെ 97 മുതൽ റെയിൽവേയുടെ സ്ഥലമെടുപ്പ് സംബന്ധിച്ച് സർവേ നടന്നു. 20 വർഷക്കാലത്തിലേറെയായി ആളുകൾക്ക് ഇങ്ങനെ ആശങ്കയിലേക്കുമായിരുന്നു. കർഷകരും സാധാരണ വീട് വെച്ച ആളുകളുമെല്ലാം. സംസ്ഥാന ഗവൺമെൻറ് ഈ ശബരി റെയിൽപാതയുടെ പണി, ശബരി റെയിൽപാത പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു പണി പൂർത്തീകരിക്കുന്ന സമീപനത്തിലേക്ക് നീങ്ങി ജനങ്ങളുടെ ഈ ആശങ്കയും അതുപോലെ കർഷകരുടെ ചിന്തക്കുഴപ്പയും എല്ലാം മാറ്റിക്കൊണ്ട് ഇതിന്റെ ഒരു പൂർത്തീകരണം എത്രയും പെട്ടെന്ന് നടപ്പാകട്ടെ. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയും വാഴക്കുളവും കടന്ന് ഇടുക്കിയിലെ തൊടുപുഴ, കരിങ്കുന്നം വഴിയാണ് കോട്ടയത്തെ രാമപുരത്തേക്ക് നിർദ്ദിഷ്ട പാത കടക്കുക. അങ്കമാലി മുതൽ തൊടുപുഴ വരെ റെയിൽപാത നിർമ്മാണത്തിന് സാമൂഹികാഘാത പഠനവും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മാവേലിക്കരയിൽ KSRTC ബസ് ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ സ്വകാര്യ ബസ്സിലെ 2 ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വകാര്യ ബസ് ഡ്രൈവറായ തിരുവല്ല സ്വദേശി മിഥുൻ മോൻ, കണ്ടക്ടർ മാവേലിക്കര സ്വദേശി ദേവപ്രസാദ് എന്നിവരെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം. കോട്ടയത്ത് നിന്നും കായംകുളത്തേക്ക് പോകുകയായിരുന്ന KSRTC ബസ് യാത്രക്കാരെ ഇറക്കാനായി നിർത്തിയപ്പോൾ അതേ ദിശയിൽ വന്ന സ്വകാര്യ ബസ്സായ സെന്റ് ജോർജ് ബസ് KSRTC ബസ്സിനെ ഓവർടേക്ക് ചെയ്തു. തുടർന്ന് സ്വകാര്യ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും KSRTC ബസ്സിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി ജീവനക്കാരെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നു. പാലക്കാട് ദേശീയപാതയിൽ സ്ഫോടക വസ്തുശേഖരം പിടികൂടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റ്. തമിഴ്നാട് സ്വദേശി ദുരൈരാജാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച രാത്രിയാണ് തണ്ണിമത്തനിടയിൽ ഒളിപ്പിച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച ലോറി പിടികൂടിയത്. പിക്കപ്പ് വാഹനത്തിന് അകമ്പടിയായി വന്ന കാർ ഡ്രൈവറാണ് അറസ്റ്റിലായത്. തമിഴ്നാട് ധർമ്മപുരിയിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ചത്. വാഹന പരിശോധനയ്ക്കിടെ സംശയം തോന്നിയതിന് പിന്നാലെയാണ് പിക്കപ്പ് വാൻ വിശദമായി പരിശോധിച്ചത്. 100-ലധികം പെട്ടികളിലായി 18,000 ജെലാറ്റിൻ സ്റ്റിക്കുകളും 4,800 ഡിറ്റനേറ്ററുകളുമാണ് പിടിച്ചെടുത്തത്. വാഹനം ഓടിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയായ സെന്തൽകുമാർ റിമാൻഡിലാണ്. പത്തനംതിട്ട പന്തളത്ത് പ്രവാസി ദമ്പതികളുടെ വീട്ടിൽ നിന്നും 50 പവൻ സ്വർണം കവർന്ന കേസിൽ 2 പ്രതികൾ പിടിയിലായി. തിരുനെൽവേലിയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. അന്തർ സംസ്ഥാന മോഷണ സംഘമാണ് പിടിയിലായത്. കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ജനുവരി 29-നാണ് കൈപ്പുഴ സ്വദേശി ബിജുനാഥന്റെ വീട്ടിൽ നിന്നും 50 പവൻ സ്വർണം മോഷണം പോയത്. വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്താണ് സ്വർണം കവർന്നത്. കോഴിക്കോട് ചെമ്മാടിൽ ലോറിയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. ലോറി ഡ്രൈവറെ 1-ാം പ്രതിയാക്കി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഓടി രക്ഷപ്പെട്ട മറ്റ് 2 പേരെയും പ്രതിപട്ടികയിൽ ചേർത്തു. കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ പോലീസ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഉള്ളിച്ചകകളിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു വസ്തുക്കൾ കണ്ടെത്തിയത്. സ്ഫോടക വസ്തുക്കൾ പാറമടയിൽ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്നതാണെന്നാണ് ബോംബ് സ്ക്വാഡുകൾ കണ്ടെത്തിയത്.
കൊല്ലം ഏരൂരിൽ 16-കാരനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ഏരൂർ സ്വദേശി സച്ചിനാണ് മരിച്ചത്. അമ്മ ഫോൺ പിടിച്ചു വാങ്ങിയതിന്റെ മനോവിഷമത്തിലാണ് വിദ്യാർത്ഥി ജീവനൊടുക്കിയതെന്നാണ് നിഗമനം. ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ വിദ്യാർത്ഥിയാണ് സച്ചിൻ. സംഭവത്തിൽ ഏരൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ മുപ്ലിയത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ 16-കാരൻ മുങ്ങി മരിച്ചു. ഉപ്പുഴി സ്വദേശി എബിനാണ് മരിച്ചത്. കൂട്ടുകാരോടൊപ്പം കുളിക്കുന്നതിനിടെ എബിൻ മുങ്ങിപ്പോവുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവരുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് കുട്ടിയെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് എബിൻ. 16-കാരൻ മുങ്ങി മരിച്ചു എന്നൊരു വാർത്തയാണ് എത്തുന്നത്. തൃശ്ശൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂർ മുപ്ലിയത്താണ് പുഴയിൽ കുളിക്കാനിറങ്ങിയ 16-കാരൻ മുങ്ങി മരിച്ചിരിക്കുന്നത്. ഉപ്പുഴി സ്വദേശി എബിനാണ് ഇത്തരത്തിൽ മുങ്ങി മരിച്ചിരിക്കുന്നത്. കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതിനിടെയാണ് എബിൻ ഇത്തരത്തിൽ പുഴയിൽ മുങ്ങിപ്പോവുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവരുടെ നിലവിളി കേട്ട് ഓടിയെത്ത നാട്ടുകാരാണ് കുട്ടിയെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തത്. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലൊക്കെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് എബിൻ. തൃശൂർ മുപ്ലിയത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 16-കാരനാണ് പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്നതിനിടെ മുങ്ങി മരിച്ചത്. ഉപ്പുഴ സ്വദേശി എബിനാണ് മരിച്ചത്. കൂട്ടുകാരോടൊപ്പം കുളിക്കുന്നതിനിടെ എബിൻ മുങ്ങിപ്പോവുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,355 രൂപ, പവന് 1,14,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,865 രൂപ, പവന് 94,920 രൂപ. വെള്ളി ഗ്രാമിന് 285 രൂപ, കിലോയ്ക്ക് 2,85,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഷോപ്പിക വെഡ്ഡിങ്സ്, MG റോഡ്, കാസർഗോഡ്. ഷോപ്പിക വെഡ്ഡിങ്സ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നിറമെഴുതിയ സുദിനം, പ്രിയകരം അതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുകണം. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മാർ ടവർ ബിൽഡിംഗ്, മണ്ണാടിയാർ ലെയിൻ, തൃശൂർ. സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ്. Aquila Finance, the legacy of trusted service since 1995. Jewel Rock Hire Purchase and Leasing Private Limited, Kerala and Tamil Nadu.
Kairali Agriculture Multi-State Cooperative Society Limited. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങളെ സുരക്ഷിതമായി നിക്ഷേപിക്കൂ. മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്. ജെൻലാക് NC തിന്നർ, മികച്ച ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ ഹേമൻ. Sun Medical and Research Center, a unit of Trichure Heart Hospital Limited, first NABH accredited hospital in Trichure. വാർത്തകൾ തുടർന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പാലക്കാട് കല്ലേക്കാട് അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കുന്നുപുറം സ്വദേശി ഫിറോസ് ആണ് മരിച്ചത്. മകനൊപ്പം സഞ്ചരിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. കാർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പാലക്കാട് നിന്നാണ് ഈ ഒരു അപകട വാർത്ത എത്തുന്നത്. പാലക്കാട് കല്ലേക്കാടാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായിരിക്കുന്നത്. അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചാണ് ഇത്തരത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചിരിക്കുന്നത്. കുന്നുംപുറം സ്വദേശി ഫിറോസ് ആണ് മരിച്ചത്. മകനൊപ്പം സഞ്ചരിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. മകന് പരിക്കുകളേറ്റതോ എന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും കാർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പാലക്കാടാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. എറണാകുളം തൃപ്പൂണിത്തറയിൽ ആനയിടഞ്ഞു. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലാണ് സംഭവം. ഒരാൾക്ക് പരിക്കേറ്റു. എറണാകുളം തൃപ്പൂണിത്തറയിലാണ് ഇത്തരത്തിൽ ആന ഇടഞ്ഞിരിക്കുന്നത്. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലാണ് ആന ഇടഞ്ഞത്. ഇപ്പോഴും ഉത്സവ കാലഘട്ടമൊക്കെയാണ്. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലാണ് ആനയിടഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റിരിക്കുന്നത്. മറ്റാർക്കെങ്കിലും പരിക്കേറ്റു എന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എറണാകുളം തൃപ്പൂണിത്തറയിലാണ് ആനയിടഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റിരിക്കുന്നത്. കൊച്ചി വൈറ്റിലയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനട യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. കൊല്ലം സ്വദേശി ഗോപികയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റ തൃശൂർ സ്വദേശി മുഹസിന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഹോസ്റ്റലിലെ മറ്റൊരു സുഹൃത്തിനെ വൈറ്റില മൊബിലിറ്റി ഹബിലെത്തിച്ച് ബസ്സിൽ കയറ്റി വിട്ട ശേഷം ഹോസ്റ്റലിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗോപികയുടെ ജീവൻ രക്ഷിക്കാനായില്ല. പിതാവിന്റെ മരണശേഷം 2 മക്കളുടെ ആശ്രയമായിരുന്നു ഗോപിക. അപകടത്തിനിടയാക്കിയ കാറും ഉടമയായ സജീവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉന്നാവോ ബലാത്സംഗ കേസ് പ്രതിയും BJP മുൻ MLA-യുമായ കുൽദീപ് സിംഗ് സെങ്കാർ സുപ്രീം കോടതിയിൽ. അതിജീവിതയുടെ പിതാവിന്റെ കസ്റ്റഡി മരണത്തിൽ ജാമ്യം തേടിയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. കേസിൽ 10 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് സെങ്കാർ. നേരത്തെ ജാമ്യത്തിനായി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ഹർജി തള്ളുകയായിരുന്നു. ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. TVKയുടെ പൊതുപരിപാടിക്ക് പോലീസ് അനുമതി നൽകി. സേലത്ത് വെച്ച് നടക്കുന്ന പൊതുയോഗത്തിന് ഉപാധികളോടെയാണ് പോലീസ് അനുമതി നൽകിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12-നും 3-നും ഇടയിൽ യോഗം നടത്താം. വിജയ് വരുന്ന വഴിക്ക് ഗതാഗത കുരുക്കുണ്ടാക്കരുത്, പൊതുയോഗത്തിന് 5000 പേർക്ക് മാത്രമേ പങ്കെടുക്കാനാവൂ തുടങ്ങിയ ഉപാധികളോടെയാണ് പോലീസ് അനുമതി നൽകിയിരിക്കുന്നത്.
വീർ സവർക്കർക്ക് ഭാരതരത്ന നൽകണമെന്ന് RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവത്. സവർക്കർക്ക് ഭാരതരത്ന നൽകുന്ന പക്ഷം ആ ബഹുമതിയുടെ യശസ് വർദ്ധിക്കുമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. മുംബൈയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു പരാമർശം. സവർക്കർ ജനങ്ങളുടെ ഹൃദയത്തിലാണ് ജീവിക്കുന്നതെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. ഏത് മതത്തിൽപ്പെട്ട ആർക്കും RSSന്റെ മേധാവിയാകാമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. SC/ST വിഭാഗങ്ങളിൽപ്പെടുന്നത് അയോഗ്യതയായോ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്നത് യോഗ്യതയായോ അല്ല. ബ്രാഹ്മണരിലൂടെയാണ് ആരംഭിച്ചതെങ്കിലും സംഘടന എല്ലാ ജാതിക്കാർക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു. ഡൽഹിയിലെ പീർഗഡി പാലത്തിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട കാറിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. 2 പുരുഷന്മാരുടെയും 1 സ്ത്രീയുടെയും മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. റാൻഹൌള സ്വദേശി രൺധീർ, ശിവനരേഷ്, ജഹാംഗീർപുരി സ്വദേശി ലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. ഇവരെല്ലാം 40-നും 70-നും ഇടയിൽ പ്രായമുള്ളവരാണ്. 3 ജീവനൊടുക്കിയതെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കർണാടകയിലെ വിജയപുരയിൽ സ്വകാര്യ ജെറ്റ് വിമാനം തകർന്ന് പൈലറ്റ് ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. ബാബലേശ്വർ താലൂക്കിലെ മംഗളൂരു ഗ്രാമത്തിലുള്ള കൃഷിയിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത്. ക്യാപ്റ്റൻ കുനാൽ മൽഹോത്ര, ട്രെയിനി പൈലറ്റ് ഗൗതം ശങ്കർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കലബുറഗിയിൽ നിന്നും ബലഗാവിയിലേക്ക് പോകുകയായിരുന്ന വിമാനമെന്നാണ് പ്രാഥമിക വിവരം. ഫരീദാബാദിൽ യന്ത്ര ഊഞ്ഞാൽ തകർന്നു വീണ് പോലീസുകാരൻ മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. യന്ത്ര ഊഞ്ഞാൽ ഓപ്പറേറ്ററും സ്റ്റാഫുമാണ് അറസ്റ്റിലായത്. സൂരജ് കുണ്ട് ഇന്റർനാഷണൽ ക്രാഫ്റ്റ്സ് മേളയ്ക്കിടെ ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ ഊഞ്ഞാലിന്റെ ഒരു ഭാഗം മുഖത്തും തലയിലുമായി ഇടിച്ചാണ് ഇൻസ്പെക്ടർ ജഗദീഷ് പ്രസാദിന് ജീവൻ നഷ്ടമായത്. യന്ത്ര ഊഞ്ഞാലിൽ ഉണ്ടായ സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമായത്. മേഘാലയയിലെ ജയന്തിയ കുന്നുകളിലെ അനധികൃത ഖനിയിലുണ്ടായ അപകടത്തിൽ മരണസംഖ്യ ഉയരുന്നു. 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ മരണസംഖ്യ 27ആയി. ദേശീയ ദുരന്ത നിവാരണ സേന നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് ഖനിയിൽ അപകടമുണ്ടായത്. ഖനനത്തിനായി ഉപയോഗിച്ച ഡൈനാമൈറ്റ് പൊട്ടിത്തെറിച്ചാണ് ദുരന്തമുണ്ടായതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സ്ഫോടനത്തെ തുടർന്ന് കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു. നിരവധി തൊഴിലാളികൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് മേഘാലയ മുഖ്യമന്ത്രി 3 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. പരിസ്ഥിതിക്കും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി ദേശീയ ഹരിത ട്രൈബ്യൂണൽ മേഘാലയയിൽ റാറ്റ് ഹോൾ ഖനനം നിരോധിച്ചിരുന്നു. പിന്നീട് സുപ്രീം കോടതിയും ഈ നിരോധനം ശരിവെച്ചിരുന്നു. സ്ഫോടനത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. രാജസ്ഥാനിലെ കോട്ടയിൽ 3 നില കെട്ടിടം തകർന്ന് 2 പേർ മരിച്ചു. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. ശനിയാഴ്ച രാത്രിയോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ്. പുറത്തുവരുന്ന വിവരം അനുസരിച്ച് കെട്ടിടം തകരുമ്പോൾ അതിനുള്ളിൽ ജീവനക്കാർ ഉണ്ടായിരുന്നെന്നാണ് വിവരം. പത്തനംതിട്ട കൊന്നമ്മൂട് കുരിലയത്തെ ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം 6 ഏക്കറോളം ഭൂമിയിൽ കാട്ടുതീ പിടിച്ചു. പത്തനംതിട്ട കോന്നി, റാന്നി എന്നിവിടങ്ങളിൽ നിന്നായി 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലാണ് കാട്ടുതീ പിടിച്ചത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. എറണാകുളം പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ പോലീസിൽ നടത്തിയ പരിശോധനയിൽ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് 9 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലോഡ്ജുകളിൽ നടന്ന പരിശോധനയിൽ രേഖകളില്ലാതെ താമസിച്ച 3 സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തു. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ലോഡ്ജുകൾ, മാർക്കറ്റ്, ബസ്സുകൾ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന. ജില്ലാ പോലീസ് മേധാവി KS സുദർശന്റെ മേൽനോട്ടത്തിൽ പെരുമ്പാവൂർ ASP ഹാർദിക് മീണയുടെ നേതൃത്വത്തിൽ 100-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിയത്. ഡോഗ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രദേശത്ത് ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയാണെന്ന നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. എറണാകുളം പെരുമ്പാവൂരിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിഥി തൊഴിലാളികൾക്കിടയിലാണ് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് 9 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലോഡ്ജുകളിൽ നടന്ന പരിശോധനയിൽ രേഖകളില്ലാതെ താമസിച്ച 3 സ്ത്രീകളെയും ഈ ഒരു പരിശോധനയുടെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളും, ലോഡ്ജുകൾ, മാർക്കറ്റ്, ബസ്സുകൾ എന്നിവിടങ്ങളിലെല്ലാം പോലീസ് പരിശോധന നടത്തിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി KS സുദർശനത്തിന്റെ മേൽനോട്ടത്തിലും പെരുമ്പാവൂർ ASP ഹാർദിക് മീണയുടെ നേതൃത്വത്തിലും 100-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസും പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് ഇവർ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. ഡോഗ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡ് എന്നിവരും ഈ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടുണ്ട്. പ്രദേശത്ത് ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണെന്ന് നിരന്തരമായി നാട്ടുകാരുടെ പരാതി ലഭിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. എന്തായാലും ഈ ഒരു ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് 9 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പരിശോധനയിൽ രേഖകളില്ലാതെ താമസിച്ച 3 സ്ത്രീകളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രചാരണ ജാഥകളും തുടങ്ങിക്കഴിഞ്ഞു. രാഷ്ട്രീയ നേട്ടങ്ങളും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഇടതുമുന്നണി മേഖലാ ജാഥകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് തുടങ്ങിയ UDF ജാഥയുടെ മുഖ്യ പ്രചാരണ ആയുധം ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. നിയമസഭാ സമ്മേളനത്തിന് താൽക്കാലിക അവധി നൽകിയാണ് മുന്നണികൾ ജാഥകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാണാം സ്പെഷ്യൽ റെസ്പോൺസ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് യാത്രകളുടെ കാലമാണ്. ഇടതുമുന്നണി അവരുടെ മേഖലാ യാത്രകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വടക്കൻ മേഖലാ ജാഥയും തെക്കൻ മേഖലാ ജാഥയും മധ്യമേഖലാ ജാഥയും തുടങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 3 മേഖലാ ജാഥകൾ നയിക്കുന്നതും അവരുടെ നേതാക്കന്മാർ തന്നെയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പുതുയുഗ യാത്ര കാസർഗോഡ് നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. അവരുടെ ഐക്കോൺ അല്ലെങ്കിൽ പ്രധാന താരം പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കേരളത്തെ വീണ്ടെടുക്കാനുള്ള യാത്രയിൽ ഘടകകക്ഷി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം ഭരണം തന്നെയാണ്. LDFന് 3-ാം വട്ടവും കേരളത്തിൽ അധികാരത്തിൽ വരണം. UDFന് കഴിഞ്ഞ 2 പ്രാവശ്യമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭരണം തിരിച്ചു പിടിക്കണം. അങ്ങനെ ഭരണത്തിൽ കണ്ണുവെച്ചുകൊണ്ട് ഇരുകൂട്ടരും അവരുടെ യാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. UDFന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് നേതാക്കന്മാർ പറയുന്നത്. സ്വർണ്ണപ്പാളി വിവാദവും വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിൽ ഉറപ്പ് ഇല്ലായ്മയുമൊക്കെ അങ്ങനെ തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങൾ പറയാനുണ്ടെന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷി നേതാക്കൾ പറയുന്നു. LDFനാകട്ടെ പറയാനുള്ളത് ഭരണ നേട്ടങ്ങളുടെ പട്ടികയാണ്. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് നടത്തിയ മികവുറ്റ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി കേരളത്തിന് കിട്ടിയ നേട്ടങ്ങൾ, റോഡുകൾ, ഒപ്പം കുടിവെള്ള പദ്ധതികൾ, വീടുകൾ, അങ്ങനെ തുടങ്ങി മത്സ്യബന്ധന മേഖല വരെ നീളുന്ന വലിയ തരത്തിലുള്ള മികവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടതുമുന്നണി അവരുടെ യാത്ര തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നതിലും കുറവില്ല. നിലവിലിപ്പോൾ എല്ലാം ചർച്ചാ വിഷയമായി മാറുന്നത് പ്രധാനമായും ശബരിമല സ്വർണ്ണപ്പാളി വിവാദം തന്നെയാണ്. UDF അത് കത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്വർണ്ണപ്പാളി വിവാദം വലിയ തരത്തിൽ പ്രചരണ ആയുധമാക്കിയത്
തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി എന്നാണ് UDF നേതാക്കന്മാർ കരുതുന്നത്, വിശ്വസിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ഒരു നേട്ടം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലഭിക്കും എന്നുള്ള പ്രതീക്ഷ UDF നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയവരുടെ പട്ടിക നിരത്തിയും പിടികൂടാനുള്ളവരുടെ പേരുകൾ പറഞ്ഞും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ തരത്തിലുള്ള ഒരു ചർച്ചയുണ്ടാക്കാനാണ് UDF ശ്രമിക്കുന്നത്. അതുവഴി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്നാണ് UDFിൻ്റെ വിശ്വാസം. പ്രതിപക്ഷ നേതാവും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഒപ്പം ന്യൂനപക്ഷത്തെ കൈക്കുള്ളിൽ ഒതുക്കാൻ ചില പൊടിക്കൈകളും UDF കരുതിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി കോൺഗ്രസും UDFിലെ ഘടകകക്ഷികളും പറയുന്നുണ്ട്, ജാഥയിൽ ചില വിസ്മയങ്ങൾ സംഭവിക്കുമെന്ന്. നേരത്തെ വിസ്മയം എന്ന് പറഞ്ഞിരുന്നത് ചില ഘടകകക്ഷികൾ LDF വിട്ട് UDFിലേക്ക് വരുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല പറയുന്നത്, ചില ആളുകൾ ഇടതുമുന്നണി വിട്ട് കോൺഗ്രസിലേക്ക് വരും എന്ന്. അത്തരത്തിൽ ചില വിസ്മയങ്ങൾ ജാഥ അവസാനിക്കുമ്പോൾ സംഭവിക്കുമെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. LDF ആകട്ടെ പറയുന്നത് ഒരു വിസ്മയവും സംഭവിക്കാൻ പോകുന്നില്ല. ജാഥ 3 മേഖലകളിൽ സമാപിച്ചു കഴിയുമ്പോഴേക്കും 3 മേഖലകളിൽ നിന്നുള്ള ജാഥകൾ സമാപിച്ചു കഴിയുമ്പോഴേക്കും വലിയ തരത്തിലുള്ള നേട്ടം, ജനങ്ങളുടെ പിന്തുണ, ഒപ്പം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഒക്കെ LDFിനുമുണ്ട്. എന്തായാലും ഭരണ നേട്ടങ്ങളും ഭരണവിരുദ്ധ വികാരങ്ങളും എണ്ണി പറഞ്ഞ് ഇരുകൂട്ടരും അവരുടെ ജാഥ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം ഇനിയും വ്യക്തമാക്കണം എന്നുള്ളതാണ് BJP മുന്നോട്ട് വെക്കുന്നത്. കാരണം BJP നിലവിൽ ജാഥകളൊന്നും തുടങ്ങിയിട്ടില്ല. ഇരുകൂട്ടരും പരാജയമെന്നാണ് BJP പറഞ്ഞു വെക്കുന്നത്, LDFും UDFും. അതുകൊണ്ട് തന്നെ BJPക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കുറേ സീറ്റുകൾ നേടുന്നതിന് വേണ്ടിയുള്ള അവരുടെ നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം അവരും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെയാക്കി ജാഥകൾക്ക് വലിയ തരത്തിലുള്ള പ്രാധാന്യം നൽകുന്നതിന് പകരം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങൾ നടത്താനാണ് BJPയുടെ തീരുമാനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളം വലിയ താമസമില്ലാതെ അടുത്ത മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തോടു കൂടി തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ തരത്തിലേക്കുള്ള ചൂടിലേക്ക് നീങ്ങും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാർച്ച് മാസത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ മാർച്ചിൻ്റെ ആദ്യ വാരത്തോടു കൂടി തന്നെ നടത്താനാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇടതു മുന്നണിയും ആ പ്രഖ്യാപനങ്ങൾക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയും നയിക്കുന്ന ജാഥകളാണ്. ജാഥകൾ നല്ലത് തന്നെ, പക്ഷേ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി മറക്കാതെ ഇരുകൂട്ടരും മുന്നോട്ട് പോകണം. ഇടവേള.